നമ്മൾ കഴിഞ്ഞ ദർസിൽ അടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് പറയാം. فاصبر إن وعد الله حق فإما نرينك بعض الذي نعدهم أو نتوفينك فإلينا يرجعون. أعوذ بالله من الشيطان الرجيم. فاصبر إن وعد الله حق. فاصبر إن وعد الله حق. നീ ക്ഷമിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. ഇതിൽ ഫസ്ബിർ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു 3 തരം സ്വബറുകളുണ്ട്. 3 തരം സ്വബറുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് അസ്സബ്റു അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിനോടുള്ള അനുസരണയിൽ ഇബാദത്തുകളിൽ നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് അസ്സബ്റു അൻ മഅസിയത്തില്ലാ, തെറ്റുകളിലേക്ക് പോകാതെ തന്നെ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് അസ്സബ്റു അലൽ ബലാ, പരീക്ഷണങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്. ഇതാണ് 3 രൂപത്തിലുള്ള സ്വബറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ലഭിക്കുന്നതായ ശിക്ഷ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ താങ്കൾക്ക് കാണിച്ചു തന്നേക്കാം. അതല്ലെങ്കിൽ അവരെല്ലാവരും അള്ളാഹുവിങ്കിലേക്കാണ് മടങ്ങുന്നത്, അവിടെ വെച്ച് അവരെ അതികഠിനമായ ശിക്ഷ കാത്തു നിൽക്കുന്നുവെന്നർത്ഥം, നിഷേധികളായ ആളുകളെ. ക്ഷമ നഷ്ടപ്പെടുത്തുന്ന ഏതൊരു കാര്യമുണ്ടോ അതെന്താണ്? ശറഅയിൽ വിലക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ മുടി അഴിച്ചിട്ട് കരയുക. അതായത് മുടി അഴിച്ചിട്ടിട്ട് കരയുക. അതേപോലെ തന്നെ വസ്ത്രം വലിച്ചു കീറുക, മുഖത്തടിക്കുക അല്ലെങ്കിൽ നെഞ്ചത്തടിക്കുക, അങ്ങനെയൊക്കെ കരയുക. അത് വിലക്കപ്പെട്ടതാണ്. എന്നാൽ സാധാരണ നിലക്കുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദുഃഖമുണ്ടായി അല്ലെങ്കിൽ അയാൾ കരഞ്ഞു, അത് പ്രശ്നമുള്ളതാണോ? അല്ല. സ്വാഭാവികമായി വരുന്ന ഒരാളുടെ കരച്ചിൽ, അതിനെ പരമാവധി അയാൾ ക്ഷമ കൊണ്ട് എന്ത് ചെയ്യും? പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിക്കും, അയാൾ ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ടും അയാൾക്കുണ്ടാകുന്ന ദുഃഖം അല്ലെങ്കിൽ സങ്കടം അതൊരു മനുഷ്യസഹജമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിനെ വിലക്കിയിട്ടില്ല. നേരെ മറിച്ചിട്ട് ഈ മുഖത്തടിക്കുക, നെഞ്ചത്തടിക്കുക, അനാവശ്യമായ വാക്കുകൾ പറയുക, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തികരമല്ലാത്ത രൂപത്തിലുള്ള വാക്കുകൾ പറയുക, ഇതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടതായ കാര്യമാണ്. അതുപോലെ തന്നെ അതിനുശേഷം അള്ളാഹു തആല പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് മിൻഹും മൻ ഖസസ്നാ അലൈക്. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് മുമ്പ് നാം റസൂലിനെ അയച്ചിട്ടുണ്ട്, അഥവാ ധാരാളം ദൂതന്മാരെ, പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. മിൻഹും മൻ ഖസസ്നാ അലൈക്, അവരിൽ ചിലരെക്കുറിച്ചൊക്കെ താങ്കൾക്ക് നാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ മിൻ എന്നുള്ളത് അറബി ഭാഷയിൽ പറയും ലിത്തബ്ഈദ്, അതായത് എല്ലാവരുമല്ല, അവരിൽ നിന്ന് കുറച്ച് പേര്. അപ്പം ധാരാളം പ്രവാചകന്മാരുണ്ട്, ആ പ്രവാചകന്മാരിൽ നിന്ന് നമുക്കറിയിക്കപ്പെട്ടവർ കുറച്ചേ ഉള്ളൂ. മനസ്സിലായി? ആണ് മിൻഹും മൻ ഖസസ്നാ അലൈക് വ മിൻഹും മൻ നഖ്സുസുഹും അലൈക്. അപ്പോൾ ആദ്യത്തെ മിൻ എന്നുള്ളത് ലിത്തബ്ഈദ്, അവരിൽ നിന്ന് ഏതാനും പേരെക്കുറിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നാൽ അനവധി ആളുകളെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞു തന്നിട്ടില്ല എന്നർത്ഥം. വമാ കാന ലി റസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. കാരണം ഇവർ ഓരോ നബിമാരോട് ഓരോരോ ദൃഷ്ടാന്തം ചോദിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളുടെ കൂടെ ഒരു മലക്കും കൂടി ഉണ്ടെങ്കിൽ, ക്ഷണിക്കാൻ ഒരു മലക്കും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. അതേപോലെ തന്നെ അതല്ലെങ്കിൽ
ഞങ്ങൾക്ക് ഇന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ വേണം, അതായത് ഫലഭൂയിഷ്ടമായ ഒരു തോട്ടം അങ്ങേക്ക് ലഭിക്കുന്നു, അതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നു, അങ്ങനെയുള്ളൊരു തോട്ടം അങ്ങേക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ സമ്പത്ത് നൽകപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് അവർ മാനദണ്ഡമായിട്ട് കാണുന്നത്. എന്നാൽ മാലിഹാദ റസൂൽ യഅകുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്, ഈ റസൂലിന് എന്ത് പറ്റി, ഞങ്ങളെപ്പോലെ അങ്ങാടികളിലൂടെ ഒക്കെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയുള്ള ഒരാളാണോ റസൂൽ എന്നവർ ചോദിക്കുകയും ചെയ്യും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അതായത് ഇന്നമ അന ബശറുൻ മിസ്ലുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരം കാണിക്കാനും ഇഷ്ടപ്രകാരം ഉണ്ടാകുന്നതുമായ എന്തല്ല, ദൃഷ്ടാന്തങ്ങളല്ല അത്. ചന്ദ്രൻ പിളർന്ന സംഭവം, ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ എന്ന് പറയുന്ന, ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അതാണ് അവർക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ ചിലത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇരുമ്പിനെ ദ്രവരൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, നൽകി. ഇരുമ്പ് ഉറപ്പുള്ള സാധനമാണ്, അതിനെ മൃദുലമാക്കി കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഇരുമ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തം അദ്ദേഹത്തിന് കൊടുത്തു. അതിനുള്ള പരിജ്ഞാനം അദ്ദേഹത്തിന് നൽകി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആയത്തുകളിൽ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റിൽ സഞ്ചരിക്കാവുന്ന രൂപത്തിൽ കാറ്റിനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിക്കാനുള്ള ഇത് നൽകി. അന്ത്യദിനത്തോട് അടുക്കുമ്പോൾ മൃഗങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വാർ അവനോട് സംസാരിക്കുന്ന കാലം വരുന്നു. ഇന്ന് ഒരു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI കാലഘട്ടമാണല്ലോ. ഒരു കണ്ണട ഇട്ടാൽ ഈ കണ്ണടനോട് നോക്കിയിട്ട് നമ്മളിപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ആളെ പേരെന്താ, അല്ലെങ്കിൽ ഇന്നതെന്താണ്, ആരാ എൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഇന്ന സസ്യം ഏതാണ്, അല്ലെങ്കിൽ ഇന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞു തരുന്ന, അതായത് അത് ഇന്നതാണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇന്നതാണ്, അത് ഇന്ന നാടുകളിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു തരുന്ന രൂപത്തിലുള്ള കണ്ണടകൾ പോലും ഇറങ്ങിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും, ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പറയാൻ, അന്ത്യദിനം സംഭവിക്കുന്നതിന് മുന്നോടിയായി വരുന്ന കാലഘട്ടം. അവിടെ ചിലപ്പോൾ ഈ മൃഗങ്ങൾ എന്താന്ന് പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്നോളജി വരുന്നതാണ്, അല്ലാഹു ആലം. അതല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ സംസാരിക്കുന്ന രൂപത്തിലുള്ള അന്നിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതി അവർക്ക് ഇത് ചെയ്യാൻ പോലും അസ്യൂം ചെയ്യാൻ പോലും കഴിയുന്നില്ലല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെ മൃഗങ്ങൾ സംസാരിക്കുന്ന രൂപത്തിലുള്ള ഇതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ രൂപത്തിലുള്ള അതും വരാം, അത് ഞാൻ പറഞ്ഞേ. പക്ഷെ ഒരു മനുഷ്യൻ ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വാർ അവനോട് സംസാരിക്കുന്ന കാലം വരും, ആലോചിച്ചു. അപ്പോൾ അതായത് അങ്ങനത്തെ സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ മുന്നല്ല നമ്മൾ ഈ അന്ത്യദിനത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇപ്പം നമ്മളൊന്ന് ശരിക്ക് എടുത്ത് വായിച്ച് പഠിച്ചു നോക്കുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൺമുന്നിൽ ഇങ്ങനെ കാണുന്ന അന്നത്തെ കാലത്തുള്ള, ഇപ്പം ഇദാ റഅയ്തും റിആ അശ്ശാഇ അഥവാ ആടിനെ മേക്കുന്ന ആളുകൾ, യതതാവലൂന ഫിൽ ബുനിയാൻ അൽ ഹുഫാത്ത് അൽ ഉറാത്ത്, അതായത് അന്നത്തെ കാലത്ത് അവർക്ക് ചെരുപ്പിടാനില്ല, വസ്ത്രം വരെയായി കൊടുക്കാനില്ല, അങ്ങനെ ആടിന് മേച്ച് നടന്നിരുന്നവർ യതതാവലൂന ഫിൽ ബുനിയാൻ, അതായത് കെട്ടിടത്തിൻ്റെ നീളത്തിൽ മത്സരിക്കുന്ന കാലം വരും. നോക്കണേ, ഈ ആട്ടിനെ മേച്ച് നടക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറബികളെ കുറിച്ചിട്ട് പറയുന്നൊരു പ്രയോഗമാണ്.
അതായത് അവരുടെ മെയിൻ ഉപജീവനം എന്തായിരുന്നു? കാരക്ക, ആട്ടിൻപാല്, അതിൻ്റെ മാംസം, ഇതിനെ മേക്കുക. റഅയുൽ ഗനം, അതാണ് റിആ ഷാ എന്ന് പറഞ്ഞാൽ ഈ ആടിനെ മേക്കുന്ന ആൾക്കാർ. അവർ ഈ ആടിനെ മേക്കുന്ന ആൾക്കാർ കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ മത്സരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ലോകത്ത് ഏറ്റവും നീളമുള്ള കെട്ടിടമുള്ളത് മിഡിൽ ഈസ്റ്റ്. ഇപ്പോൾ ബുർജ് ഖലീഫ വന്നു, അതായത് കിങ്ഡം ടവർ വേറെ അപ്പുറത്ത് വരുന്നു. അതിനേക്കാൾ ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുവൈത്തിൽ ഇനി ഉണ്ടാക്കും അതാവാലോ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ അതിൽ കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ മത്സരിക്കുന്ന കാലം നിങ്ങളൊന്ന് ആലോചിച്ച് ആ ഹദീസിന് പ്രയോഗം നോക്ക് അദ്ദേഹത്തിന്. പിന്നെ ബാക്കി സമൂഹത്തിൽ സാമൂഹികമായി സംഭവിക്കുന്ന മൂല്യച്യുതികൾ. ഇപ്പം നബിസ്വല്ലല്ലാഹു പറഞ്ഞു കൊലപാതകം വർദ്ധിക്കും. കൊന്നവൻ എന്തിനാണ് മറ്റവനെ കൊന്നതെന്നോ കൊല്ലപ്പെട്ടവനെ തന്നെ എന്തിനാണ് ഇവൻ കൊന്നതെന്നോ അറിയാത്ത കാലഘട്ടം വരും. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതി കൊലപാതകം, ഓരോ ദിവസവും കൊലപാതക പ്രകാരം കൊല്ലപ്പെടുന്ന മനുഷ്യന്മാരുടെ എണ്ണം നിങ്ങൾ എടുത്തു നോക്ക്, എത്ര ആയിരിക്കും പല നാടുകളിൽ. ഇതന്നെ നമ്മൾ ഇവിടുത്തെ അമ്നെ നമ്മൾ ആസ്വദിച്ചിട്ട്, അതായത് നമ്മൾ ഈ അറബ് രാഷ്ട്രങ്ങളിൽ ജീവിക്കുമ്പോൾ അല്ലേ, ഇവിടെ ഉള്ള മുസ്ലിമാട്ടെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഇവിടെ ഉള്ള സുരക്ഷിതത്വം. നിങ്ങൾ നേരെ മറിച്ച് ഇപ്പോൾ ചില നാടുകളിലൊക്കെ നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ നമ്മളോട് പറയും സൂക്ഷിക്കണം, ഈ നേരത്ത് പുറത്ത് അവിടെ ഡേഞ്ചറാണ്, പോകണ്ടെന്ന്, അല്ലെങ്കിൽ സൂക്ഷിക്കണം, ഒറ്റയ്ക്ക് പോകരുത്, ആരെങ്കിലും കൂടെ പോകണം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. ചില സ്ഥലത്ത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഫുള്ള് ഡ്രഗ് അടിച്ച ആൾക്കാരും മറ്റൊക്കെ അവരെ കൊണ്ട് നമുക്ക് വഴി നടക്കാൻ കഴിയാത്ത രൂപത്തിൽ. ഇപ്പോൾ ഈ അടുത്ത് UK ബ്രിട്ടനിലുള്ള ലണ്ടനിലൊരു സംഭവം, ലണ്ടനിൽ അതായത് അവിടുത്തെ ഗവൺമെൻറ് അവിടെ എഴുതി വെച്ചിട്ടാണ് മൊബൈൽ തട്ടിപ്പറിച്ച് ഓടുന്ന ആൾക്കാരെ സൂക്ഷിക്കണമെന്ന്. ഏത് ഫുഡ് പാർക്സിൽ എഴുതി വെക്കേണ്ട അവസ്ഥയാണ്. കാരണം ഒരു മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ സംസാരിച്ച ഒരുത്ത പറിച്ചിട്ട് ഓടും. ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നിരുന്നു അങ്ങനത്തെ അവസ്ഥ. അവിടെ ഇത് തട്ടിപ്പറിച്ചിട്ട് ഓടും. ഏതായാലും അല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ ഫഇദാ ജാഅ അംറുല്ലാഹി ഖുദിയ ബിൽ ഹഖ്, അതായത് ഒരു നബിക്ക് വരുന്ന ദൃഷ്ടാന്തങ്ങൾ ആ നബിക്ക് സ്വയം ഇഷ്ടപ്രകാരം കാണിക്കാൻ സാധിക്കില്ല, അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട്. അതാണ് ഈസാ നബി പറഞ്ഞത്, പിന്നെ ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. അതായത് ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ടൊരു പക്ഷിൻ്റെ രൂപം ഉണ്ടാക്കി അതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ അതെന്തായി മാറുന്നു? പക്ഷിയായി മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള നബിമാർക്ക് സ്വയം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. അത് അല്ലാഹു തആല അവരിലൂടെ ജനങ്ങൾക്ക് അത് നബിമാരാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നൽകുന്നതായ ദൃഷ്ടാന്തങ്ങളാണ്. ഫഇദാ ജാഅ അംറുല്ലാഹി ഖുദിയ ബിൽ ഹഖ് വഖസിറ ഹുനാലികൽ മുബ്തിലൂൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അമ്രു വന്നാൽ, കൽപ്പന വന്നാൽ, ഖുദിയ ബിൽ ഹഖ്, അവിടെ സത്യം കൊണ്ട് നീതി കൊണ്ട് തീർപ്പ് കൽപ്പിക്കപ്പെടും. വഖസിറ ഹുനാലികൽ മുബ്തിലൂൻ, മുബ്തിലീങ്ങൾ അവിടെ പരാജയപ്പെടുകയും ചെയ്യും. മുബ്തിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ, ഇബ്താൽ ചെയ്യാറുള്ള ഒരു കാര്യത്തെ നിഷേധിക്കുക, അല്ലെങ്കിൽ ബാത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനെ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ബാത്തിലാക്കുക, അതില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നിരാകരിക്കുന്നവർ, അവർ പരാജയപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല പറയാണ് ഇനിയും പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. ഈ നിഷേധിക്കുന്ന ആൾക്കാർ വലിയ ബുദ്ധിജീവിയൊക്കെ ചമഞ്ഞിങ്ങനെ പറയുന്ന കേട്ടോ വിചാരിക്കും. സിമ്പിളായിട്ട് ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഏതൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിനുണ്ടാകുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു തുടക്കം വേണം. അങ്ങനെ നമ്മൾ തുടക്കം അന്വേഷിച്ച് പോയാൽ സ്വാഭാവികമായിട്ട് തുടക്കം ഇല്ലാത്ത ഒരാൾ വേണം, എന്നാലേ ഇതിനെന്തുള്ളൂ, ഈ ചോദ്യത്തിനൊരു ഉത്തരവുള്ളൂ, ഇല്ലെങ്കിൽ ഉത്തരമില്ല. അതാണ് പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയുന്നത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആം, അല്ലാഹു തആല പറയാണ് നിങ്ങൾ മൃഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസ്, നമ്മൾ സാധാരണ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയും, അതായത് മനുഷ്യൻ മാംസം, പാല്, അതേപോലെ രോമം, അതിൻ്റെ തൊലി, ഇതിനു വേണ്ടിയിട്ടൊക്കെ വളർത്തുന്ന മൃഗങ്ങൾ, മാംസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രോമെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന
മൃഗങ്ങൾ. അതിനാണ് നമ്മൾ സാധാരണ ഈ അതിൽ തന്നെ നമ്മൾ ഈ ഉൽപ്പാദനത്തിനും പാലിനൊക്കെ വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ ബഹീമത്തുൽ അൻആം എന്ന് പറയുക. ഒട്ടകം, മാട്, ആട് വർഗത്തിൽ പെടുന്ന അതിനാണ് ബഹീമത്തുൽ അൻആം എന്ന് നമ്മൾ സാധാരണ പറയാം. പറയാണ് അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആം, നിങ്ങൾക്ക് അൻആമിനെ നൽകിയത്. അൻആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികൾ. അൻആം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അൻആം എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിനാണ് ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്ത, അതായത് ബഹായിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നമ്മളോട് അവരുടെ വിഷമം അല്ലെങ്കിൽ പ്രയാസം പറയാൻ സാധിക്കാത്ത മൃഗങ്ങൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്കൊരു മൃഗം ഉണ്ടെങ്കിൽ ആ മൃഗത്തിൻ്റെ ഹക്ക് കൊടുക്കാത്തവനാണെങ്കിൽ പടച്ചോ അവനോട് ചോദിക്കും. കാരണം അവക്ക് എന്ത് ചെയ്യാൻ അറിയില്ല, ഹക്ക് ചോദിക്കാൻ അറിയില്ല. അപ്പോൾ അവക്ക് വേണ്ടി പടച്ചോൻ അവനോട് എൻ്റെ ഹക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. മനുഷ്യന് അതിൻ്റെ മാംസം അതിനെ ഭക്ഷിക്കാൻ അനുവാദമുണ്ട്, അത് അനുവദിക്കപ്പെട്ടത്. അത് പ്രപഞ്ചം മൊത്തം അങ്ങനെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ പുലി, സിംഹമൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ സസ്യഭുക്കാണെന്ന് പറഞ്ഞാൽ അതിന് സസ്യഭുക്കാവാൻ കഴിയുമോ? ഇല്ലല്ലോ. അത് മാംസമാണ്, അത് ഭക്ഷിക്കുക. അത് സൃഷ്ടിപ്പ് അങ്ങനെയാണ്. മാത്രമല്ല ഈ ഭക്ഷിക്കുന്ന മൃഗങ്ങളൊക്കെ ഇന്നുണ്ട്. ശരിക്കും ഈ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ, ആൾക്കാർ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ ഇല്ലാതാവും അല്ലെങ്കിൽ നശിച്ചു പോകുന്നു ഒക്കെ വെറുതെ പറയുന്ന. ഈ മനുഷ്യന്മാർ ഭക്ഷിക്കുകയും അവരതിനു വേണ്ടി വളർത്തുകയും ചെയ്യുന്ന മൃഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ അത് ഉൽപ്പാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ അൻആം, അതിൻ്റെ രണ്ട് ഉപകാരമാണ് ഈ അൻആമുകൾക്കുള്ളത്. ലി തർക്കബൂ മിൻഹ, അതിന് പുറത്ത് സഞ്ചരിക്കാൻ. റുക്കൂബ്, റക്കിബ എന്ന് പറഞ്ഞാൽ കയറിയുന്ന, റുക്കൂബ് കയറൽ. അപ്പോൾ ഈ മൃഗത്തിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കുക, അതാണ് ലി തർക്കബൂ. അത് ചിലപ്പോൾ എന്താ അറിയോ, ചിലപ്പം ചില വാഹനങ്ങളോ കാര്യങ്ങളോ പോകാത്ത സ്ഥലത്ത് കൂടി ഈ മൃഗങ്ങൾ എന്ത് ചെയ്യും, സഞ്ചരിക്കും, പോകും. പ്രത്യേകിച്ച് ഏത് കാലഘട്ടം, ഏത് മലയും കുന്നുകളും താണ്ടിയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നവയാണ് ഏത്, ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞത്. കുതിര, കഴുത. ഇപ്പോൾ നമ്മൾ ഈ സൗദി അറേബ്യൻ്റെയും യമൻ്റെയും അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ പോയാൽ ഇങ്ങനെ കുറേ കഴുതകളെ കാണാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുന്നുകളുടെയും മലകളുടെയൊക്കെ മുകളിലൂടെ ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കും. കാരണം ഈ മൃഗങ്ങൾക്ക് എങ്ങനെയാണ് പോവുക, ഏതിലെ പോകേണ്ടത്, ഏതാണ് സുരക്ഷിതം എന്ന് ഇവർക്കറിയില്ല. അപ്പോൾ രാത്രി വരെ, അതായത് പിന്നെ ഈ മൃഗങ്ങൾ എന്ത് ചെയ്യും, ഇവർ അതിൻ്റെ വഴി ഏതാ പോകേണ്ട വഴി, ഇനി എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ ഉള്ള ഒരു ബോധം ഈറ്റിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഇതിനെ ഉപയോഗിക്കുന്നത്, ഈ കഴുതകളെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ മലൻ്റെ മുകളിൽ കൂടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്ത് കാണാത്ത ഊട് വഴികളിലൂടെ ഈ ബോർഡർ ക്രോസ് ചെയ്യാനാണല്ലോ ഈ കഴുതനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണത്ര ഈ കുറേ കഴുതകൾ. ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറേ കഴുതകളെ കാണാം, നമ്മൾ സാധാരണ അങ്ങനെ കാണാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ അൻആമുകൾ എന്ന് പറയുന്നത് റുക്കൂബ്, ഒന്ന് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് റുക്കൂബ്, അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കുക എന്നുള്ളത്. ഒ മിൻഹ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ ഈ വളർത്തു കഴുതകൾ നമുക്ക് ഭക്ഷിക്കൽ എന്തല്ല, അനുവദനീയമല്ല. ഏത് വളർത്തു കഴുതകൾ? വളർത്തു കഴുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഇതിനുപയോഗിക്കുന്ന കഴുതകൾ, പണിക്ക് ജോലിക്ക് ഉപയോഗിക്കുന്ന കഴുതകൾ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമല്ല. വൈൽഡ് ഇതെന്ന് പറയുന്നത് ശരിക്കും സീബ്രാണ്. ഈ കഴുത എന്ന് പറയുന്നത് ഈ ഭക്ഷിക്കുന്ന ഇതിലൊക്കെ വന്ന സീബ്രനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. അത് കുതിരനെ കഴിക്കാം. കുതിരൻ്റെ കുറച്ച് ഉറപ്പുള്ള മാംസം, പക്ഷേ കഴിക്കൽ ഹലാലാണ്, അനുവദനീയാണ്. ഏത് കഴുത വിലക്കപ്പെട്ടതാണ്. അത് പിന്നെ പല കാരണങ്ങൾ, കാരണം ഈ പിന്നെ കഴുതകൾ അവർ ഇതിനും വേണ്ടിയിട്ട് യാത്രകൾക്കും സഞ്ചാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അത്ര തന്നെ മറ്റുള്ളവയുടെ പോലെ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒന്നായതുകൊണ്ടാവും, അല്ലാഹു ആലം എന്നതിൻ്റെ റീസൺ എന്നുള്ളത്. ഇനി അതല്ല അതിൻ്റെ ഇറച്ചിക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്, അല്ലാഹു ആലം. ഏതായാലും കഴുത നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ കുതിര, ഒട്ടകം, മാട്, അതായത് പശു, പോത്ത് അങ്ങനെയുള്ള ഇത് ആട് വർഗത്തിൽപ്പെട്ടവ ഇത് കഴിക്കൽ അനുവദിക്കപ്പെട്ടതാണ്.
അതേപോലത്തെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒമിൻഹ തഅകുലൂൻ, അതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. വലക്കും ഫീഹ മനാഫിഅ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങളുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾ ഈ മൃഗങ്ങളിലുണ്ട്. അതിൻ്റെ ഈ ജിലാറ്റിൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്താ? അതിൻ്റെ എല്ലുകളിൽ നിന്നാണ് ഈ ജിലാറ്റിൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ജെല്ലി അങ്ങനത്തെ സംഗതികളൊക്കെ അല്ല, അതേപോലെ പല സംഗതികൾക്ക് ഈവൻ മരുന്നുകളിൽ പോലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊലിയിൽ നിന്നാണ് ഈ ബെൽറ്റ് അങ്ങനെയുള്ള ഈവൻ ഒരുപാട് സംഗതികൾ, ചെരുപ്പുകൾ, മറ്റുള്ള സംഗതികളൊക്കെ തൊലികളിൽ നിന്നുണ്ടാക്കും. രോമത്തിൽ നിന്ന് വസ്ത്രം, അതേപോലെ തന്നെ ബ്ലാങ്കറ്റ്സ്, വസ്ത്രം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉപകാരമുള്ളൊരു വലക്കും ഫീഹ മനാഫിഅ. മൻഫഅത്ത് ഉപകാരം എന്നുള്ളതിൻ്റെ ജംആണെന്ത്? മനാഫിഅ. അതിൻ്റെ ആധിക്യത്തെയാണ് ഈ ബഹുവചനം സൂചിപ്പിക്കുന്നത്. മനാഫിഅ, ധാരാളം മൻഫഅത്തുകൾ ഉണ്ട് എന്നർത്ഥം. വലിതബ്ലുഗു അലൈഹ, അതിൻ്റെ പുറത്തു കയറി നിങ്ങൾക്ക് എത്താൻ വേണ്ടി. ബുലൂഗ് അല്ലെങ്കിൽ ബലഗ എന്നൊക്കെ പറഞ്ഞാൽ എത്തിക്കുക, ഒരു കാര്യം എത്തിക്കുന്നതിന് നമ്മൾ പറയും ബലാഗ്. അപ്പം വലിതബ്ലുഗു, നിങ്ങൾ എത്താൻ വേണ്ടി, അലൈഹ, അതിന് പുറത്ത് ഏറിക്കൊണ്ട്, ഹാജത്തൻ, നിങ്ങളുടെ ഒരു ആവശ്യം, ഫീ സുദൂരിക, അതായത് നിങ്ങൾ മനസ്സിൽ കരുതി അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്ന ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് കയറി നിങ്ങൾക്ക് പോകാനും. വ അലൈഹ വ അലൽ ഫുൽക്കി തുഹ്മലൂൻ, അവക്ക് പുറത്തും, വ അലൽ ഫുൽക്കി, അതുപോലെ തന്നെ കപ്പലിന് പുറത്തും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഭാരം കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അത് വഹിച്ചു കൊണ്ടുപോകുന്നു. തുഹ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹിക്കപ്പെടുന്നു എന്നാണ്. അതായത് തുഹ്മൽ, നിങ്ങൾ വഹിക്കപ്പെടുന്നു അവക്ക് മുകളിൽ. അപ്പോൾ ഈ കപ്പൽ, അതേപോലെ തന്നെ ഈ പറയുന്നതായ മൃഗങ്ങൾ, കാരണം മനുഷ്യനെ പോലെയല്ല, അവക്ക് ഒരുപാട് ദൂരങ്ങൾ ഈ പ്രതികൂല കാലാവസ്ഥ മറ്റൊക്കെ തരണം ചെയ്ത് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും അവക്ക് സാധിക്കും. അതിനുള്ള രൂപത്തിലാണ് അവയെ ഉണ്ടാക്കിയിട്ടുള്ളത്. വയുരീക്കും ആയാതിഹി ഫഅയ്യ ആയാതില്ലാഹി തുൻകിറൂൻ. വയുരീക്കും ആയാതിഹി, നിങ്ങൾ കുറേ ആ ദൃഷ്ടാന്തം കാണിച്ചു തരും, ഈ ദൃഷ്ടാന്തം കാണിച്ചു തരും എന്ന് ചോദിക്കണ്ടല്ലോ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിമാർക്ക് അള്ളാഹു ഉദ്ദേശിച്ച ദൃഷ്ടാന്തങ്ങൾ അവരിലൂടെ പ്രകടമാകും. അല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ദൃഷ്ടാന്തം അവർക്ക് കാണിക്കാൻ കഴിയുന്നോ മറ്റോ ഇല്ല. എന്നാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ച് എത്രമാത്രം ദൃഷ്ടാന്തങ്ങളുണ്ട്, അത് നബിമാരിലൂടെ കാണിച്ചെന്നതും അല്ലാത്തതും ആണ്. വയുരീക്കും ആയാത്തി, ഈ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൃഗങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വയുരീക്കും ആയാത്തിഹി, അവൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് ധാരാളമായി കാണിച്ചു തരുന്നു. ഫഅയ്യ ആയാത്തില്ലാഹി തുൻകിറൂൻ, എന്നിട്ടും അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അതായത് ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തത്തെ നിഷേധിക്കാൻ കഴിയുക? ഒരു പ്രപഞ്ചത്തിൻ്റെ ഏകനായ സൃഷ്ടാവിനെ നിഷേധിക്കാൻ എന്നിട്ടും എങ്ങനെയാണ് നിനക്ക് സാധിക്കുന്നത്? എത്ര പണിയുണ്ട് അതിന്? കാരണം പകൽ പോലെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അവൻ്റെ മുന്നിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതാണ് യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ. ഈ പറഞ്ഞ മൃഗങ്ങളെടുത്താലും മറ്റുള്ളെടുത്താലും, ഇപ്പം ഓരോ മൃഗങ്ങൾക്കും അത് ജീവിക്കുന്ന ആ നാടിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള സൃഷ്ടിപ്പതിനുണ്ട്. ഇപ്പോൾ ഒട്ടകം, ആ ഒട്ടകത്തിൻ്റെ ഈ കണ്ണുകൾക്കുള്ള പീലികൾ പോലും മണൽക്കാറ്റോ മറ്റോ ഉണ്ടായാലും അതിനെ പ്രതിരോധിച്ച് അതിൻ്റെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസ്ക് ഇടണം, അല്ലെങ്കിൽ കണ്ണ് കെട്ടണം, അല്ലെങ്കിൽ ഇത് കെട്ടണം. പക്ഷെ അവക്ക് പടച്ചോൻ കൊടുത്തിട്ടുള്ള, ഓർക്ക് മാസ്ക് ഇടാനോ മാസ്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാനോ പറ്റാത്ത ഒട്ടകമാണല്ലോ. ആ ഒട്ടകങ്ങൾക്ക് അതിന് കൊടുത്തിട്ടുള്ള കണ്ണ്, അതിൻ്റെ ചുണ്ട്, അതിൻ്റെ ഓരോന്നും, വെള്ളത്തിൻ്റെ സ്റ്റോറേജ്, ആ ഭാഗത്ത് ജീവിക്കാൻ അനുയോജ്യമായതാണ്. അതിൻ്റെ കാലിൻ്റെ കുളമ്പൊട്ടത്തില്ല, പക്ഷെ കുളമ്പ് എന്ന് പറയുന്ന അതിൻ്റെ കാൽപാദങ്ങൾ പോലും അതിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ട് പടച്ചോൻ സൃഷ്ടിച്ചു കൊടുത്താണ്. അതിൻ്റെ രൂപം, ഘടന, വെള്ളത്തിൻ്റെ കപ്പാസിറ്റി, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി, ചുണ്ടുകൾ 2 ചുണ്ടായിട്ടാണ് ഒട്ടകത്തിന്. കാരണം ഈ മുൾച്ചെടികൾ അതിന് തിന്നാൻ സാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ മുള്ളുകൾക്കനുസരിച്ചിട്ട് ആ ചുണ്ടെന്ത് ചെയ്യും? ചലിക്കും. അതിന്
അതിൽ കുത്തിക്കയറൂല. അങ്ങനെയുള്ള രൂപത്തിലുള്ള അതിൻ്റെ ചുണ്ടുകൾ, ആ ചുണ്ടുകൾക്കുള്ളിൽ നൽകപ്പെട്ട തൊലിയുടെ പ്രത്യേകത. കാരണം എന്താ, മുൾച്ചെടികൾ അതിന് തിന്നാൻ സാധിക്കും. കാരണം മരുഭൂമിയിൽ അധികം ഉണ്ടാവും ഇലയുള്ള ചെടികളല്ല. വെള്ളം കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാനാണ് ചെടികൾക്ക് മുൾച്ചെടികളാവുന്നത്. നിങ്ങൾ ആലോചിക്കുക, എന്തെടുത്താലും ദൃഷ്ടാന്താണ്. അങ്ങനെയുള്ള ഈ മുൾച്ചെടികൾ തിന്നാൻ സാധിക്കാൻ വേണ്ടിയിട്ട് ഒട്ടകം വിചാരിച്ചിട്ട് ഒട്ടകം അതിനെ സ്വന്തം ഡിസൈൻ ചെയ്തല്ലോ. ആരാണ് അതിന് ആ ഡിസൈൻ കൊടുത്തത്? ഈ ഒരു ചോദ്യം ബാക്കിയില്ലേ? അവിടെയാണ് ഫഅയ്യ ആയാത്തില്ലാഹി തുൻകിറൂൻ, അള്ളാഹിൻ്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കും? ഇൻകാർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നാണ്. എന്നുള്ള അത് അല്ല, മഫ്ഊലും ബിഹി ആയതുകൊണ്ട്, അതായത് നിഷേധിക്കപ്പെടുന്ന ഇതായതോ ആണ് ഫഅയ്യ. എങ്ങനെ അല്ല വയുരീക്കും ആയാത്തിഹി, എന്താ വെച്ചാൽ അവിടെ ഈ ജമു മുഅന്നസ് സാലിം എന്നറിയും. അതായത് ആയാത്ത്, മുസ്ലിമാത്ത് എന്നൊക്കെ ഉള്ള അതിന് ഫത്ഹ വരേണ്ട അടുത്ത് കെസ്റ വരാം. അതായത് യുരീക്കും ആയാത്താന്ന് വരൂല, ആയാത്തി എന്നേ വരുള്ളൂ. അത് കാരണം ഫത്ഹക്ക് പകരം അവിടെ കെസ്റ വരാം. അത് തന്നെ തുൻകിറൂൻ, തുൻകിറൂന അയ്യ ആയാത്തില്ല. അതായത് നിങ്ങൾ നിഷേധിക്കും, തുൻകിറൂ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നിഷേധിക്കുന്നത്. അത് ഏതിനാണ്? അയ്യ, ഏത്, ഏത് എന്നുള്ള. ഫഅയ്യ ആയാത്തില്ലാഹി തുൻകിറൂൻ, അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നമുക്ക് ഓതിയിട്ട് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്ത് പൂർത്തിയാക്കാം.